ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഇയർഫോൺ ഹാക്കാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. വെറുതെ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പം വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൽ നിന്നും 2 സർക്കിൾ ഷേപ്പ് വെട്ടിയെടുക്കണം. അതിനായിട്ട് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് 2 സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള 2 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. ഇത് നമുക്കൊരു ചെവിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചെവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പിന് 2 കാർഡ്ബോർഡ് പീസ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് പീസ് ഇതുപോലൊരു സെലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു സർക്കിളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതുമാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ വീഡിയോസ് ഒരുപാട് പേരും കാണുന്നുണ്ട്, ഒരുപാട് പേർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇട്ടാണ് കാണുന്നത്. എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ വളരെ എഫോർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുക. അപ്പം നിങ്ങളെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് തുടർന്നും വീഡിയോസ് ഇടാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം വീഡിയോസൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് പറയുക, ലൈക്ക് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ആ ഹെഡ്ഫോൺ വയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയായിട്ട് 2 കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണ്ടേ. നമ്മൾ ആ കാർഡ്ബോർഡ് പീസ് ആയതുകൊണ്ട് തന്നെ അത് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ ഫെവിക്കോളിൽ ശകലം വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്നൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. 2 പീസിലും ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മറ്റേ റൗണ്ട് പീസിലും ബാക്കിലത്തെ പീസിലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 കാർഡ്ബോർഡ് പീസും ഫുൾ ഒട്ടിച്ച് ഒന്ന് ഉണങ്ങിയ ശേഷം അതിൻ്റെ 2 കട്ടിങ്സും ഞാൻ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചുകൊണ്ടൊന്ന് അടഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ലെവലാക്കി എടുക്കുന്നു. നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ കളർ ചെയ്യാണ് കേട്ടോ. ഇത് 2ഉം കളർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഞാനിവിടെ റോസ് കളറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ റോസ് കളർ ഞാൻ ഫുള്ള് അടിച്ചു കൊടുക്കുവാണേ. 2ലും ഫുള്ളായിട്ട് റോസ് കളർ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് അടിച്ചാൽ മതി കേട്ടോ, കാണുന്ന സൈഡ്. മറ്റേ സൈഡ് അടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 2 സൈഡും ഞാൻ 2 സൈഡല്ല 2 കാർഡ്ബോർഡ് പീസും ഞാനങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ടെഡി ബിയറിൻ്റെ ലുക്ക് വരുത്താനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ ഔട്ട്ലൈൻ വരച്ച് വെച്ചതിൻ്റെ മുകളിൽ കൂടി ഞാനൊരു സ്കെച്ച് പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു പടം. അങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതൊരു വൈറ്റ് കളർ എടുക്കുകയാണ്. വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുക്കുകയാണ്. എടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. നമുക്ക് ആ ഒരു ടെഡിയുടെ രൂപം കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറും കൂടി ഞാൻ കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. വേണമെങ്കിൽ വൈറ്റ് കളർ യൂസ് ചെയ്യാം, യെല്ലോ കളർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിക്ക് ചെയ്യാവുന്ന കേട്ടോ. ഇനി നമുക്ക് ആ വൈറ്റ് കളർ ഹൈലൈറ്റ് ചെയ്ത സംഭവം കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും സംഭവം ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആ ബ്ലാക്ക് ഇങ്കും കൂടി വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമ്മൾ ആ ടെഡിക്കൊക്കെ ഒരു ഭംഗി വരും. ബാക്ക് സൈഡിലും സെയിം ഇതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വൈറ്റ് മാർക്കിങ്ങിൻ്റെ ചുറ്റും ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഫെവി ബോണ്ടായിട്ട് ആവശ്യം. തുറന്നു വരുന്നില്ലേ, കുറച്ച് ടൈറ്റായി പോയി, അതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെ അടപ്പൊക്കെ ഊരിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇതാ ഞാൻ പറഞ്ഞത് ഒരു പഴയൊരു ടിന്നിൻ്റെ അടപ്പാണ് കേട്ടോ. ആ ടിന്നിൻ്റെ അടപ്പ് ഞാൻ ഈ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഞാനവിടെ ഒട്ടിച്ചു കൊടുക്കുവാണേ. അടപ്പൊട്ടിച്ച് അതിന് മുകളിൽ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ ആ ടെഡി ബിയറിൻ്റെ ആ ഒരു ഫേസും കൂടി നമ്മൾ അതിനകത്ത് ഒട്ടിച്ചു കൊടുത്തു.
അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, വളരെ സിമ്പിളായിട്ട് നമ്മളെ ഇയർഫോൺസ് കെട്ടിപ്പിണഞ്ഞ് പോവാതെ നമുക്ക് എളുപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സംഭവമാണ്. ഞാൻ ആദ്യം പറഞ്ഞ കറക്റ്റ് അല്ലേ? എല്ലാവർക്കും യൂസ്ഫുള്ളായൊരു വീഡിയോ അല്ലേ? അപ്പം താങ്ക് യു ആൾ.